So this is the main question that I am facing from 2022. നമ്മൾ നാളെ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ ഇന്ന് കല്യാണം കഴിക്കുന്നേ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാനും വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നു. യൂട്യൂബിൽ ഞാനങ്ങനെ അത്രയ്ക്ക് ആക്റ്റീവ് ഒന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കുമ്പോഴേക്കൊക്കെ വല്ല വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നതല്ലാതെ യൂട്യൂബിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ ഗോട്ട് സം മോർ റെസ്പോൺസ് ഫ്രം പീപ്പിൾ. അപ്പോൾ ഞാൻ അതിനൊക്കെ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാത്തിനും കൊടുത്ത് ഞാൻ ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോസ്. നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബോട്ടം എന്നല്ലേ. ഞാൻ മെസ്സേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് അയച്ച മെസ്സേജ്. ആക്ച്വലി ഇതിനകത്ത് ആദ്യം ചോദിച്ചിരിക്കുന്നത്, ചേച്ചി എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ചേച്ചിയുടെ ഈ അവസ്ഥ കാണുമ്പോൾ എന്തോ ഒരു വിഷമം പോലെയെന്ന്. എൻ്റെ റെഗുലറായിട്ട് എൻ്റെ സ്റ്റോറീസോ അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റോ ശ്രദ്ധിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് പേർക്ക് അറിയാം. കാരണം ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ബട്ട് കഴിഞ്ഞ കുറച്ച് 2 വർഷമൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര പാസീവാണ്. എനിക്ക് ഒന്നിലും ആക്റ്റീവാകാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഞാൻ പേര് പുറത്ത് പറയുന്നില്ല, കാരണം ലൈക്ക് ഐ റെസ്പെക്ട് ഹർ, ദാറ്റ്സ് വൈ. സോ എന്നോട് ദേഷ്യം ഉണ്ടോയെന്നാണ് ആ കുട്ടി വെച്ചേക്കുന്നത്. എനിക്ക് ദേഷ്യമൊന്നുമില്ല, കാരണം ഞാനും ഈ കുട്ടിക്കിടയ്ക്കും തമ്മിൽ ഞങ്ങൾ തമ്മിൽ മുൻപരിചയമൊന്നുമില്ല. ബട്ട് പുള്ളിക്കാരിക്ക് എൻ്റെ സിറ്റുവേഷൻ അറിയാതെ എന്നോട് മോശമായിട്ട് ഒരാൾ സംസാരിച്ച് ഞാനത് ക്ലാരിഫൈ ചെയ്തു. അതിനുശേഷം നമുക്കൊരു മനുഷ്യനെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് തിരുത്താൻ കാണിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം. സോ ഷീ ഡിസൈഡഡ് ടു അക്സെപ്റ്റ് ഹെർ മിസ്റ്റേക്ക് ആൻഡ് ലെറ്റർ ദാറ്റ് ഞങ്ങൾ പിന്നീട് സംസാരിക്കുകയൊക്കെ ചെയ്യും. എനിക്കാണെങ്കിലും എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ഒരാളെ പറ്റി കംപ്ലീറ്റ് ആയിട്ടൊന്നും അറിയത്തില്ലാതെ നമ്മളൊരു മനുഷ്യനെ ജഡ്ജ് ചെയ്യാൻ പോകില്ല. നമുക്ക് ആരെയും സഹായിക്കാനൊന്നും പറ്റില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കരുത്. കാരണം ചിലപ്പോൾ നമ്മുടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വാക്ക് മതിയായിരിക്കും ഒരാളുടെ എൻ്റെയർ ലൈഫ് അല്ലെങ്കിൽ എൻ്റെയർ ഡേ സ്പോയിൽ ചെയ്യാനായിട്ട്. എന്തിനാണ് നമ്മൾ എല്ലാവർക്കും ദ്രോഹം ചെയ്യുന്നത്? എൻ്റെ ഒരു പോളിസി അതാണ് കേട്ടോ. പിന്നെ ചിപ്പി മെസ്സേജ് അയച്ചേക്കുന്നു, ആർ യു ഓക്കെ നൗ? യാ ഐ എം ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽ എന്നാണ്. പിന്നെ അതിഥി സജീവ് മെസ്സേജ് അയക്കുന്നു, ചേച്ചി ഡു സം വീഡിയോസ് ഡെയിലി അറ്റ്ലീസ്റ്റ് ഷോർട്സ് സോ യുവർ മൈൻഡ് വിൽ ഗെറ്റ് സം റിഫ്രഷ്മെൻറ്റ്. യാ ഐ എം ട്രൈയിങ്. ഞാൻ മിക്ക ദിവസങ്ങളിലും എനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. പക്ഷെ ഞാൻ ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാറോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്ക് എന്തെങ്കിലും ഗ്രാജുവലി ചേഞ്ച് ഉണ്ടോ, എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു വെക്കുന്ന ഒരു വ്യക്തിയാണ്. നീനു അയച്ചേക്കുന്നത്, വീഡിയോസ് എല്ലാം കാണാറുണ്ട്, ഒരു കമൻറ്റും മെസ്സേജും ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല, എന്നാലും ഓക്കെ അല്ലേ? ഓക്കെ ആവും, ഓക്കെയാണ്. ഷെഫ് സുമിത്ത്, ഹൗ ആർ യു? സുമിത്ത് ചോദിച്ചേക്കുന്നു, ഐ എം ഫൈൻ. നമ്മൾ ആര് ചോദിച്ചാലും അങ്ങനെ പറയാനല്ലേ പഠിച്ചേക്കുന്ന കുഞ്ഞാവ് പോലെ, ഹൗ ആർ യു? ഐ എം ഫൈൻ. സോ കിരൺ ചന്ദ്രൻ ഇസ് അലോയ്, ഹലോ ആയിരിക്കും ഉദ്ദേശിച്ചു, ഹലോയ്. പിന്നെ ആർദ്ര ചോദിച്ചിട്ടുണ്ട് ചോദ്യം, ചേച്ചി എങ്ങനെയാണ് മുഖത്തെ പിമ്പിൾസ് എല്ലാം മാറിയെന്ന് പറഞ്ഞു തരാമോ പ്ലീസ് എന്ന്. ആക്ച്വലി എൻ്റെ മുഖത്തെ ഈ 2 പിമ്പിളിൻ്റെ പിഗ്മെൻറ്റേഷൻ ഞാനായിട്ട് വരുത്തി വെച്ചാണ്. കാരണം എനിക്കിങ്ങനെ കുരു കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വേര് വരെ തപ്പിപ്പോകുന്നൊരു സ്വഭാവമുണ്ട്. അപ്പം ഇതങ്ങനെ പോയതാണ്. ആക്ച്വലി എൻ്റെ ആ ഒരു സ്വഭാവം ഞാൻ മനഃപൂർവ്വം മാറ്റി വെച്ചിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് 2 ആഴ്ചയൊക്കെ ആയിട്ട് ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നുകൊണ്ട് ഇങ്ങനെ ടെൻഷനൊക്കെ വരുന്നിടത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് അങ്ങനെ 2 പിഗ്മെൻറ്റേഷൻ ആയതാണ്. ഇപ്പം ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് അറിയാമല്ലോ എൻ്റെ മുഖത്തെ പിമ്പിൾസ് എല്ലാം പോയതെന്ന്. ഇതിന് മുമ്പ് എൻ്റെ മുഖത്ത് കണ്ടമാനം പിമ്പിൾസും പിഗ്മെൻറ്റേഷനും ആയിരുന്നു. ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരുന്നു എൻ്റെ മുഖം. അത് ഞാൻ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ കൊണ്ട് മാത്രം പോയതാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു കൺസിസ്റ്റൻസി അതിനുണ്ടാകുക. സോ ഞാൻ എന്തൊക്കെയാണ് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും പിമ്പിൾസ് പോകാനായിട്ടും ചെയ്തെന്നുള്ള എൻ്റെ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ജിതിൻ മെസ്സേജ് അയച്ചേക്കുന്നു, എടോ കൊച്ചു, ജീവിതം ഒന്നേ ഉള്ളൂ, എല്ലാത്തിനെയും തരണം ചെയ്ത് പൊളിയായി ജീവിക്കുന്നു. സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ മനുഷ്യരുണ്ടെന്ന്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷം, സമാധാനമാണ്.
ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ചില സാഹചര്യങ്ങളും നമ്മുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവും കൊണ്ടൊക്കെ നമുക്ക് ഓക്കെ ആകാൻ ചിലപ്പോൾ പറ്റാറില്ല. പക്ഷെ എല്ലാം ഒരു നാൾ ശരിയാകുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസത്തിന് പുറത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാനും എല്ലാം ശരിയാവട്ടെ. സ്ട്രോങ്ങസ്റ്റ് അവഞ്ചർ എന്ന് പറഞ്ഞൊരു ചേട്ടൻ മെസ്സേജ് അയച്ചേക്കുന്നു. കഷ്ടത്തിലിരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ എപ്പോഴും കൂടെ നിർത്തുക, ബാക്കിയുള്ളവരെ ഒഴിവാക്കിയേക്കുക. സീരിയസ്ലി അതൊരു നല്ല കാര്യമാണ്. ഞാൻ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ വേഴ്സ്റ്റ് ടൈമിൽ, അതായത് ഹെല്ലിൽ നമ്മൾ പോയിട്ടുള്ള ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് മനുഷ്യരുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എത്ര ഉയരത്തിലെത്തിയാലും അല്ലെങ്കിൽ ഞാൻ എപ്പോൾ എവിടെയാണെങ്കിലും ഞാൻ മറക്കത്തില്ലാത്ത കുറേ മനുഷ്യർ എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാരെ പോലെ ഞാൻ കാണുന്ന ചുരുക്കം ചില മനുഷ്യർ. എംറ്റി സോൾ എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ അയച്ചിരുന്നു. സ്റ്റേ ഹാപ്പി, ദിസ് ടു ഷാൽ പാസ്. യെസ്, ദിസ് ടു ഷാൽ പാസ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ബി ഇൻ ദാറ്റ്. ആ ഒരവസ്ഥയിൽ നിൽക്കുക എന്നുള്ളത്. പിന്നെ കുറേ പേരൊക്കെ ഹാപ്പി അല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വെൽ വിഷിങ് മെസ്സേജസുകളുണ്ട് കേട്ടോ. ഷിംഷ എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിൽ നിന്ന് അയച്ചിരിക്കുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേ, ഇഫ് ഗോഡ് ഗീവ്സ് യു മോർ പെയിൻ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ മച്ച് സ്ട്രോങ്ങർ ടു ഫേസ് ഇറ്റ്. ഹഗ്സ്, ബി സ്ട്രോങ് ലേഡി. അത് നേരാണ്. ഞാനും എവിടെ വായിച്ചിട്ടുണ്ട്, നമുക്ക് താങ്ങാവുന്ന അത്രയും വേദനയെ ദൈവം തരുവുള്ളൂ എന്ന്. ഞാൻ അത്രയും സ്ട്രോങ് ആണെന്നാന്ന് പറയുന്നത്. അത്രയ്ക്കും വിഷമിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ ഡേ ടൈമിൽ ഞാൻ എങ്ങനെയൊക്കെ ഉന്തിത്തള്ളി നിൽക്കും. എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പോട്ടിഫൈയിൽ കേൾക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നൈറ്റ് ടൈം ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്. പിന്നെ സൈലൻസ്, എനിക്ക് പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നെ ഭയങ്കരമായിട്ട് പാനിക്കാക്കും. ചിലരൊക്കെ പറയത്തില്ലേ ഒച്ചയില്ലാത്തടത്തെ ഉറക്കം വരുള്ളൂ, പൂച്ച പോലെ ആയിരിക്കണം. പൂച്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും സൈലൻസിൽ ഉറങ്ങുന്ന ജീവിയല്ലേ. സോ എനിക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര പിൻ ഡ്രോപ്പ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ സൗണ്ടും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. എനിക്കത് ഭയങ്കര പേടിയാണ്. ഞാൻ എപ്പോഴും ഒരു ലൈറ്റ് ഇട്ടിട്ടേ ഉറങ്ങാറുള്ളൂ. എനിക്ക് നെക്ടോഫോബിയയുടെ പ്രശ്നമുണ്ട്. സോ എനിക്ക് നൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറക്കമില്ലെന്നുണ്ട് തീർന്നു. ഇങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ കണ്ണു നോക്കിയിരുന്ന് ചന്ദ്രൻ മാഞ്ഞ് സൂര്യൻ വരുന്നത് കണ്ടിട്ടുണ്ട്, സീരിയസ്ലി. പിന്നെ കുറേ പേര് നീ ഓക്കെ ആണോ, നത്തിങ് ടു ആസ്ക്, സ്റ്റേ സ്ട്രോങ്, ദിസ് ടു ഷാൽ പാസ്, ലെറ്റ് ഗോഡ് ഗിവ് യു ഓൾ ദ സ്ട്രെങ്ത് ഫോർ യു. പിന്നെ ഇറ്റ് ഈസ് സോ വണ്ടർഫുൾ ടു സീ യുവർ സ്മൈൽ അഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്, കീപ് സ്മൈലിംഗ് ആൻഡ് ഷൈനിങ്. ചിപ്പി രമേശ്, താങ്ക് യു ഡിയർ. പിന്നെ അന്ന, കൗൺസിലിങ്ങിന് പോകുന്നുണ്ടോ? ജസ്റ്റ് ഈ മൂഡ് സ്വിങ്സ് ചേഞ്ച് ആയില്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടും ഡിയർ. സീരിയസ്ലി ഞാൻ കൗൺസിലിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനൊരു 19 കിലോയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അത് കുറഞ്ഞ് 37 കിലോയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പറ്റാതെ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട്. ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എല്ലാം ശരിയാവും. ഗാഥ, ബി ഹാപ്പി ചേച്ചി, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്, ഐ ഹോപ്പ് ടു. ആര്യ ഷാജി, എന്താണ് പറ്റിയത്, എന്തിനാ കൗൺസിലിങ്ങും ഡോക്ടറൊക്കെ? ഒന്നുമില്ല, ഞാൻ നമുക്കിപ്പോൾ പനി വന്ന് നമ്മൾ ആശുപത്രി പോകത്തില്ലേ, നമുക്ക് ശരീരം വേദന ആശുപത്രി പോകത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറം പ്രഷർ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ യേശ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ, കുറേ നാളായി കാണാറില്ല, കുറേ നാളായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ മാത്രമേ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചുരുക്കം ചില എൻ്റെ എന്ന് പറഞ്ഞ ആൾക്കാരെ മാത്രം, അല്ലാതെ ഞാൻ എങ്ങും ആക്റ്റീവ് അല്ലായിരുന്നു. അനിത തങ്കച്ചൻ ചേച്ചി, ആദ്യം UK അല്ലായിരുന്നോ, അത് കഴിഞ്ഞാണോ ജർമ്മനിക്ക് പോയത്, എന്ത് വിസയിലാണ് പോയത്, പ്ലീസ് റിപ്ലൈ. ഫസ്റ്റ് ഓഫ് ഓൾ അനിത, ഞാൻ UK-യിലുമില്ല ജർമ്മനിയിലുമില്ല, ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിലാണ്. ഞാൻ UK പോയിട്ടില്ല. നാട്ടിൽ നിന്ന് 2019 ചെക്ക് റിപ്പബ്ലിക്കിലോട്ടാണ് വന്നത്. ഇപ്പോഴും ചെക്കിൽ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ജർമ്മൻ പഠിക്കുന്നുണ്ട്, ജർമ്മനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഓൾ. പിന്നെ സിബില, ബി ഹാപ്പി ഡിയർ, ദിസ് ടൈം ഷു പാസ്, ഐ നോ ഇറ്റ്സ് ഈസി ടു സേ സ്റ്റിൽ. അമ്മു, സ്റ്റേ സ്ട്രോങ്ങർ ഡിയർ. Jyoti, nothing to ask, only one thing to say, stay peaceful, time heals everything. Yeah, I also believe in that. ജിസ് എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ നിന്ന്, നോ ക്വസ്റ്റ്യൻസ്, വീഡിയോസിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഐ വിൽ ട്രൈ. സോ എലിസബത്ത് മെസ്സേജ് അയച്ചിരിക്കുന്നു, ആർ യു ഫീലിംഗ് ബെറ്റർ കറൻ്റ്ലി? ആക്ച്വലി ഐ ഫീൽ ബെറ്റർ ദാൻ ദ പാസ്റ്റ് ഇയർ. പക്ഷേങ്കിൽ നമുക്ക് എല്ലാം 100% ക്യൂർ ആയെന്നൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സും പാനിക് അറ്റാക്കിൻ്റെ ഇഷ്യൂ ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ട്രിഗർ ആകുമ്പോഴത്തേനും എനിക്ക് വരാറുണ്ട്. സമീന, സുഖമാണോ? കുഴപ്പമില്ല ചേച്ചി.
പ്രിയ ചേച്ചി പേഴ്സണലി എനിക്ക് ചേച്ചീനെ അറിഞ്ഞൂടാ, ബട്ട് ഐ ലവ് യു സോ മച്ച് ആൻഡ് ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണണം എന്ന്. താങ്ക് യു ഡിയർ പ്രിയ. അതുപോലെ തന്നെ പ്രിയ 2 ദിവസം അയച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഓക്കെ ആവട്ടെ, ഞാൻ പ്രാർത്ഥിക്കാൻ ഹാപ്പി ആയിട്ടിരിക്കും, എല്ലാം ശരിയാവുമെന്ന്. അയ്യോ, നമ്മളെ മറ്റൊരാൾ അവരുടെ പ്രാർത്ഥനയിൽ ഓർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ബ്ലെസ്സിങ് വേറെ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇതിൽ കേട്ടോ. കാരണം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അവനവന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ വേറെ ആൾക്കൂടി വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഒരു വലിയ കാര്യമല്ലേ നമ്മൾ മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടുക എന്നുള്ളത്. ആൻഡ് another message, I can feel you dear cause now I'm also like you, don't let anyone scatter you. Yeah. സേറ സാബു വെച്ചേക്കുന്നു, ചേച്ചി സ്കിൻ കെയർ പറഞ്ഞു മെസ്സേജ് ചെയ്തു. സ്കിൻ കെയറിൻ്റെ വീഡിയോ ഇപ്പം ഇതിപ്പോൾ കാണുന്ന എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വിചാരിക്കും സ്കിൻ കെയറോ ഇതിലോ എന്ന് ചോദിക്കും. ആക്ച്വലി എൻ്റെ പണ്ടത്തെ ഒരു പിഗ്മെൻറ്റഡ് ഫേസ് ഞാൻ സ്കിൻ കെയറിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേനും അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഫുള്ള് പിഗ്മെൻറ്റേഷൻ, കുരുവും പാട്. ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടോന്ന്. കാരണം ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ബോക്സിൻ്റെ പാട് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡായി പോകും. ഇത് അങ്ങനെ പോലും പോകാതെ മുഖത്ത് ഫുള്ള് പാടായിരുന്നു എൻ്റെ. അതിൽ നിന്ന് ഞാൻ നിരന്തരം ഞാൻ പറഞ്ഞ പോലെ സ്കിൻ കെയറും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് എനിക്ക് മുഖം ക്ലിയർ ആയത്. അത് ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് സുബി എന്ന് പറഞ്ഞൊരു ചേച്ചി, ഒന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ചേച്ചി. ഞാനിപ്പം ആക്ച്വലി എൻ്റെ അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള മനുഷ്യരോട് പോലും വീക്കിലി ഒരു തവണയൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഫോൺ അങ്ങനെ എടുത്ത് ഉപയോഗിച്ച് സംസാരിക്കുന്നത് ഒത്തിരി കുറഞ്ഞു. നമുക്ക് ദിവസം സംസാരിക്കാം കേട്ടോ. പിന്നെ നെച്ചു മെസ്സേജ് അയച്ചേക്കുന്നത്, ഞങ്ങൾക്ക് എന്നാണ് ഞങ്ങളുടെ പഴയ കൊച്ചിനെ കിട്ടുക, മിസ് ചെയ്യുമെന്ന്. എനിക്കും പഴയ പോലെ ചിരിച്ചും കളിച്ചും അല്ലെങ്കിൽ ഒത്തിരി എനിക്ക് പൊതുവെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ആദ്യമൊക്കെ ഞാൻ ഒത്തിരി ഇപ്പം മാറി. ഇപ്പം അങ്ങനെ അധികം സംസാരമൊന്നുമില്ല. എൻ്റെ ലോകത്തിലോട്ട് ഞാൻ എന്നെ തന്നെ ഐസൊലേറ്റ് ചെയ്ത് ഒരു കേജിലിട്ടിരിക്കുകയാണ്. പഴയ പോലെയൊക്കെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ രീതിയിൽ. പിന്നെ ഷാലിമോൾ, ഇയാളുടെ പ്രശ്നം എന്താണ്, എപ്പോഴും സങ്കടമാണല്ലോ, ഈസ് ദർ എനി ഫാമിലി ഇഷ്യൂ? എൻ്റെ ഫാമിലിയെ കൊണ്ട് എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. എൻ്റെ പിന്നെ തങ്കം പോലത്തെ വീട്ടുകാർ എനിക്കുള്ളത്. ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ്. എന്നെ പൊതുവെ സ്നേഹിക്കുന്ന ഒരു അപ്പനും അമ്മയും ചേച്ചിയും ഒക്കെയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് എനി ഫാമിലി ഇഷ്യൂ, ബട്ട് ഐ ഹാവ് സം പേഴ്സണൽ ഇഷ്യൂ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. മിസ്റ്റർ ഷെഫ്, ദിസ് ഈസ് ലൈഫ്. കൊച്ചിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് വീഡിയോയിലും ഫോട്ടോയിലും ഉണ്ട് താൻ. ഞാനൊരു കാര്യം പറയട്ടെ, നാട്ടുകാരും വീട്ടുകാരും ഇല്ലാത്തവർ ഈ ലോകത്ത് എത്ര പേരുണ്ട്. ശരിയാണ് കേട്ടോ, വീട്ടുകാരില്ലാത്ത ഫാമിലി ഇല്ലാത്ത ഒത്തിരി പേര് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണെന്ന് എനിക്ക് പല പോയിന്റ്സിലും തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഡൗൺസിലും കൂട്ടി നിൽക്കുന്നത്, എൻ്റെ ഒപ്പം നിൽക്കുന്നത് എൻ്റെ വീട്ടുകാരാണ്. എനിക്ക് ഞാനൊരു സങ്കടം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് അച്ഛനെയാണ്. അപ്പോൾ എന്നോട് അതിന് വഴക്കുണ്ടാക്കിയാൽ ഞാൻ ആദ്യം അച്ഛനെ വിളിച്ചു. അച്ഛൻ എന്നോട് ഇങ്ങനെ വഴക്കിട്ടത് അത് കുഞ്ഞുനാൾ പോലെയുള്ള സാധനമാണ് ഇപ്പോഴും. ഇവിടെ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അച്ഛനെ വിളിച്ചു പറയും, അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ലൈക്ക് അതൊരു വലിയ കാര്യമാണ്. പിന്നെ എവിടെയാണ് പുറത്ത്? ഗീതു ഞാനിപ്പം യൂറോപ്പിൽ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു രാജ്യത്താണ്. വൈബ്രൻറ്റ് ഫിഷ്, ഐ എം ഗോയിങ് ത്രൂ ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഇൻ മൈ ലൈഫ് ആസ് യേഴ്സ്. ഈ സിറ്റുവേഷൻ മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ടു എല്ലാം മാറി ശരിയായിട്ട് ഓക്കെ തരട്ടെ. പിന്നെ ആവണി, പഴയ പോലെ ഡെയിലി ഓൺ വോയിസ് സ്റ്റോറി ഇടുമോ? ഞാൻ നേരത്തെ 2021 22 ഓൺ വോയിസ് സ്റ്റോറി ഇടുമായിരുന്നു. അതും ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ഇൻ ദ ടൈം. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം അങ്ങനൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഐ വിൽ ട്രൈ ടു ഡു വീഡിയോസ് ലൈക്ക് സോ. പിന്നെ ഷഹാന സെയ്ത്, സോറി ടു ആസ്ക്, ചേച്ചി ഡിവോഴ്സ് ആയോ? നിങ്ങൾ ലവേഴ്സ് ആയിരുന്നപ്പോൾ തൊട്ട് നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. സോ ദിസ് ഈസ് ദ മെയിൻ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ആം ഫേസിങ് ഫ്രം 2022. ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും ഇല്ലാത്തതെണ്ണമായിരുന്നു നാട്ടുകാർക്ക്. അത് എൻ്റെ നാട്ടുകാർക്കോ പുള്ളിയുടെ നാട്ടുകാർക്കും ഇല്ല. ആൾക്കാരുടെ ചോദ്യം ഫോട്ടോ എന്തി? സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത് തന്നെ എനിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിങ്ങനെ പിന്നെയും കുത്തി ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. ഒരു സെപ്പറേഷൻ ഡിവോഴ്സ് ഫേസിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഒബ്വിയസ്ലി അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു കല്യാണം കഴിച്ചു, നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിൽ നിന്ന് വിഡ്രോ ചെയ്തു. എന്നിട്ട് ചെറിയ പേരുടെയൊക്കെ ന്യായം എന്താണെന്നറിയാമോ? നിങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നതെന്ന്. ഇപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ അറിയത്തില്ലേ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈലിട്ട് നിങ്ങൾ കല്യാണം കഴിച്ച കാര്യം. അതുപോലെ സാധാരണക്കാരെ പോലെ നമ്മളും പ്രൊഫൈലിട്ടു കല്യാണം കഴിഞ്ഞപ്പം. കാരണം നമ്മൾ നാളെ ഡിവോഴ്സ് ആകുമെന്ന് പറഞ്ഞല്ലോ ഇന്ന് കല്യാണം കഴിക്കുന്നേ. സോ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വരെ താഴെ പോയി. അതാണ് വേറൊരു കാര്യം. സോ
ഈ ഒരു ചോദ്യമാണ് ഞാൻ 2022 ഒരു മെയ് തൊട്ട് കേൾക്കുന്നതാണ്. ഇങ്ങനെ ആൾക്കാരുടെ ചോദ്യങ്ങൾ പിരിക്കി ഉത്തരം കൊടുത്താണ് എനിക്ക് ഏറെക്കുറെ പ്രശ്നം വന്നത്. സോ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കല്യാണം. എല്ലാവരെയും പോലെ തന്നെ ആഗ്രഹം ഒത്തിരി കല്യാണം കഴിക്കുമോ? നമുക്ക് പറ്റില്ല, പരസ്പരം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ പരസ്പരം പറഞ്ഞ് സെപ്പറേറ്റഡ് ആയി. നമുക്ക് ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. സോ നമ്മൾ പരസ്പരം ബഹുമാനിച്ച് സെപ്പറേറ്റഡ് ആയപ്പം ഇട്ട ഫോട്ടോസ് റിമൂവ് ചെയ്തിട്ടും ആൾക്കാരുടെ പോയിന്റ് മുഴുവനും നിങ്ങളുടെ സെപ്പറേറ്റഡ് ആയി, ഫോട്ടോസ് ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മളറിയുന്നില്ല, പിന്നെ 3rd പേഴ്സൺസും 4th പേഴ്സൺസും തമ്മിലാ സംസാരം. എടീ നീ അറിഞ്ഞോ, അവരുടെ പ്രൊഫൈൽ ആ ഫോട്ടോ ഇല്ല, ആ പെണ്ണിൻ്റെ കഴുത്തെ താലിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പല റൂമേഴ്സും കേട്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എടി എന്നോട് ഇങ്ങനെ ഇന്നയാൾ ചോദിച്ചു, എടി എന്നോട് ഇന്നയാൾ ഇങ്ങനെ ചിരിതി ചോദിച്ചു. ആക്ച്വലി അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള പ്രവണതയല്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ ആരെങ്കിലും ആണ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആകുമ്പോൾ നിങ്ങളിങ്ങനെ കുത്തി അവരെ വിഷമിപ്പിക്കുമോ? ആ ഒരു ഫേസിൽ അവർ കടന്നു പോകുന്ന ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്നൊരു മാനസിക ബുദ്ധിമുട്ടും സമ്മർദ്ദമുണ്ട്. അത് നിങ്ങൾക്കൊന്നും, നോർമലായിട്ടുള്ള ആൾക്കാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളുടെ പഴഞ്ചൊല്ല് പറയുമല്ലോ, നമുക്ക് വരുമ്പോഴേ എന്താണെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റും വേദനയും മനസ്സിലാവുള്ളൂ. മറ്റൊരു ആൾക്കാർക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ നോക്കി ചിരിക്കാനും എന്തെങ്കിലും വാവുണ്ട് വിളിച്ച് പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ആരും തന്നെ ഡിവോഴ്സ് ആണ് നാളെ എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കുന്നവരില്ല. എല്ലാവരും നല്ലൊരു ഫാമിലി ലൈഫ് മുന്നിൽ സ്വപ്നം കണ്ടിട്ട് കല്യാണം കഴിക്കുന്നവരാണ്. എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും, BP കയറും, പാനിക്കാവും, എന്ത് കാര്യത്തിലും. നമുക്ക് വിഷയം മാറ്റിവിടാം. സോ സജ് എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ അയച്ചേക്കുന്നത്, ഹാപ്പി ആയിട്ടിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ, ആൻഡ് ഐ വിഷ് യു ദ സെയിം, ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ അയന, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? ഐ ഹോപ്പ് യു ആർ ഓക്കെ. ഇന്നത്തെ കാര്യം ഞാൻ പറയാം. ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇവിടുത്തെ സമയം 9:30 ഇന്ന് വൈകുന്നേരം 7 മണി വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ രാവിലെ നടക്കാൻ പോയി, തിരിച്ചു വന്നു, ഭക്ഷണം കഴിച്ചു, പഠിച്ചു, വീട്ടിലൊക്കെ വിളിച്ചു. 7 മണിയായപ്പോൾ എനിക്കൊരു പിച്ചളകിയിട്ട് ഞാൻ എൻ്റെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ, ഇവിടെ എൻ്റെ ഒരു ജനാലയുടെ സൈഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം ഞാൻ വലിച്ചു എറിഞ്ഞു. എന്നിട്ട് ആ ഒരു സാധനങ്ങളൊക്കെ മാറി കാം ഡൗൺ ആയപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇവിടെ അറിയാവുന്നവരും എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ, എൻ്റെ പേഴ്സണലി അല്ല, എന്നെ ഒരു പുറത്തുനിന്ന് അറിയാവുന്നവർക്കും നാട്ടിലാണല്ലോ എന്നെ പുറത്തുനിന്ന് അറിയാവുന്നവർക്ക്, അല്ല ഇൻസ്റ്റഗ്രാമിലോ ഞാൻ അങ്ങനെ അധികം ഒന്നും ചെയ്യാറില്ല, എന്നാലും ഇങ്ങനെ അറിയാവുന്ന ആൾക്കാരുടെ വിചാരം, ആ കൊച്ചു ചിരിച്ചും കളിച്ചുമൊക്കെ ഓക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ മെൻ്റലി ഓക്കെ അല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ആ ഒരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് 24/7 കരഞ്ഞു മുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു 2022 ഡിസംബറും 23 ജനുവരി ടൈമിലൊക്കെ ഫുൾ ടൈം കരഞ്ഞ് മുങ്ങി ആശുപത്രിയിലായിരുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, പിന്നെ മനസ്സിലാക്കി വന്നൊരു കാര്യമുണ്ട്, ഈ പെയിൻ എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടാവും. എന്നും വെച്ച് നമുക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ ഒരു പ്രവാസിയാണ്. ഒരു ലിമിറ്റഡ് ടൈമിനപ്പുറം നമുക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. കാരണം സാലറി കുറയും, പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പനിയിൽ നമ്മൾ അറ്റൻഡൻസിൽ പ്രശ്നമാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കും. കാരണം നമുക്ക് വിഷമം ഉണ്ടെന്ന് വെച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമുക്ക് ഈ രാത്രി, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലും പറയുന്നത്, രാത്രി നമുക്ക് മീ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന ആ ഒരു ടൈമിലാണ്. ആ ടൈമിൽ ഞാൻ ചിലപ്പം കുറേ ഇരുന്ന് കരയും, അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കും. എന്നാലും ഞാൻ പകൽ എനിക്ക് ജോലിക്ക് പോകേണ്ട സമയത്ത് ജോലിക്ക് പോകും, എന്നോട് കാണുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കും, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കും. ഡിപ്രഷനാണ് അല്ലെന്നുണ്ടെങ്കിൽ സങ്കടമാണെന്നും പറഞ്ഞ് നമുക്ക് എപ്പോഴും കരഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കരയുന്ന ഒരു ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് കരയും. ശ്രുതി, കേരളത്തിൽ എവിടെയാ വീട് മോളുടെ? വീഡിയോസൊക്കെ കാണാറുണ്ട്. എൻ്റെ അനിയത്തിയും പുറത്താണ്, അവൾ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന്. കേരളത്തിൽ ഞാൻ കോട്ടയമാണ്. എന്നാന്നേ നമ്മൾ വർത്താനം കേട്ടുന്ന എന്നോട് സംസാരിക്കുന്നവരൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ കോട്ടയം കാര്യമാണ്.
പിന്നെ സയ മെസ്സേജ് ചെയ്യുന്നു, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എനിക്ക് എൻ്റെ വീഡിയോസ് പണ്ടത്തെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, എനിക്ക് ഇത്രയും മുടി ഉണ്ടത്. പിന്നെ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇവിടം വെച്ച് ഫുൾ മുടി കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. സോ ദിസ് വാസ് മൈ ഹെയർ. കാണാമോ? ഓ തന്നെ വെട്ടം വന്നല്ലോ, കണ്ടോ? ഇതായിരുന്നു എൻ്റെ മുടി. ഞാൻ കഴിഞ്ഞ വർഷം മുടി വെട്ടണം, അല്ലെങ്കിൽ മുടി വെട്ടണം എന്നല്ല, ഒരു ചേഞ്ച് ആഗ്രഹിച്ചിട്ട് ഞാൻ എൻ്റെ മുടി അങ്ങനെ മുറിച്ചു. സോ പെട്ടെന്നൊരു ചേഞ്ച് ആഗ്രഹിച്ച് ഞാൻ പോയി മുടി ഇവിടുന്ന് ഇവിടെ വെച്ച് കട്ട് ചെയ്തു. പിന്നീട് കഴിഞ്ഞ വർഷമാണ് കേട്ടോ മുടി കട്ട് ചെയ്തത്. സോ ഇപ്പം ഞാൻ മുടി കെട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പം അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോയും വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ, അതിനെപ്പറ്റിയുള്ളൊരു ഷോർട്ട് വീഡിയോ. റിൻസി മെസ്സേജ് അയച്ചേക്കുന്നു, എങ്ങനെയാണ് ഈ ഓവർ തിങ്കിങ് ഓവർകം ചെയ്യണേന്ന് ഇനി ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്കും കൂടെ പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റും. ധന്യ ചേച്ചി കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? എനിക്ക് 1 year മുന്നേ ബ്രേക്കപ്പിന് മൂവ് ഓൺ ആവാൻ പറ്റുന്ന ഡിപ്രസ്ഡ് ആണ്. കൗൺസിലിംഗ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സംസാരിക്കുന്ന ശ്രീജ ചേച്ചി ആണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു പേഴ്സണാണ്. നമുക്ക് എന്ത് വിഷമം വന്നാലും ചേച്ചിക്ക് മെസ്സേജ് അയക്കാം. എന്നുവെച്ചാൽ അവർ നമുക്ക് ഇന്ന ചെയ്യണം എന്നൊരു കമാൻഡല്ല തരുന്നത്. അവർ നമ്മളെ ഒരാൾ ഒരു ജഡ്ജ്മെൻറ്റ് കൂടാതെ കേൾക്കുക എന്നുള്ളതാണ് വലിയൊരു നമ്മുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. സോ നമ്മളെ കേൾക്കുക, അവരുടെ ഒരു സജഷൻസ് നമ്മളൊക്കെ ഷെയർ ചെയ്യുക, നമ്മളെ ഇഷ്ടമാണ് അത് ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതിനു മുമ്പും കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം പോകുന്നതാണെങ്കിലും എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. താങ്ക് യു. കീർത്തന, ലോങ് ഡിസ്റ്റൻസ് നിൽക്കുന്ന പേരൻസിന് ഇങ്ങനെ ആണ് താൻ ഓക്കെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടമാവൂലേ? അയ്യോ ശരിയാണ് കേട്ടോ. കാരണം ഞാൻ ഇവിടുന്ന് കരഞ്ഞു മോങ്ങി. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മുഖം കണ്ടറിയാം ഞാൻ കരഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വിളിക്കുമ്പോഴത്തേനും മുഖം ഇങ്ങനെ ഇവിടെയൊക്കെ എൻ്റെ കരഞ്ഞു കഴിഞ്ഞ് എൻ്റെ ഇവിടെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നീര് വെക്കും. അപ്പം അമ്മ നീ എന്തിനാ കരഞ്ഞേ എന്ന് ചോദിച്ച് എനിക്കാണെങ്കിൽ സങ്കടം വന്നു ഞാൻ ആദ്യം വീട്ടിൽ വിളിക്കുകയും ചെയ്യും. സമയമൊന്നും നോക്കത്തില്ല. എൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ വഴക്ക് പറയും, നീ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വീട്ടുകാരെ വിളിച്ച് എണീപ്പിക്കല്ലേ, അവരെന്തോ വിചാരിക്കും, അവർക്ക് വിഷമാവത്തില്ല. ശരിയാണ്, ഞാൻ വിചാരിക്കും. പക്ഷെ എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്നൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ വിളിച്ച് അച്ഛനോട് കാര്യം പറയും, അച്ഛൻ ഇങ്ങനെയൊക്കെ ഉണ്ട് അച്ഛൻ, എനിക്ക് വിഷമം വരുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനിങ്ങനെ ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാണ്, എല്ലാം ശരിയാകും കൊച്ചിക്കാര്യല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കും. അപ്പോൾ അവരോട് 2 മിനിറ്റ് വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ചേച്ചിയുടെ മക്കളെ കണ്ടു കഴിയുമ്പോഴൊക്കെ എനിക്ക് ഒരാശ്വാസം കിട്ടും. കാരണം എനിക്ക് എൻ്റെ ചേച്ചിയുടെ പിള്ളേരെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ്, എൻ്റെ മക്കളാണ് അവർ. അപ്പോൾ അവരെ കണ്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമൊക്കെ മാറും. മഹാലക്ഷ്മി ചേച്ചിയുടെ വോയിസ് സൂപ്പറാണ്, ഓൺ വോയിസ് വീഡിയോസ് ട്രൈ ചെയ്യൂ പ്ലീസ്. ആക്ച്വലി ഞാൻ ഓൺ വോയിസ് വീഡിയോ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് 1 സെക്കൻഡ്. അതെന്താ 1 സെക്കൻഡ് എന്ന് പറയാമെന്നറിയാമോ? ഞാനിങ്ങനെ ജേണലും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരാളാണ്. എനിക്ക് ചെയ്യണം എന്നാഗ്രഹമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഓരോരോ എഴുത്തും കുത്തും വായനയും ഒക്കെയുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ എഴുതിയൊക്കെ വെക്കും ഞാൻ. സോ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട, അല്ല ഞാൻ എൻ്റെ ജേണൽ ഞാൻ എങ്ങും ആർക്കും കാണിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇതില്ല, ഇങ്ങനെ ഓരോന്നൊക്കെ ഞാൻ എഴുതിയൊക്കെ വെക്കും. സോ എനിക്ക് ചെയ്യാനുള്ള പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. പൊതുവേ പെൺകുട്ടികളുടെ പ്രൊഫൈൽ ഏറ്റവും കൂടുതൽ നോക്കണ ആൺകുട്ടികളാണെന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ എങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ പണ്ട് വീഡിയോസൊക്കെ ഇടുന്ന ടൈമിലാണെങ്കിലും സ്റ്റോറിയൊക്കെ ഇടുന്ന ടൈമിലാണെങ്കിലും ഞാൻ അനലറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു 70% സ്ത്രീകളാണ് എൻ്റെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്നത്, ഞാനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നിരഞ്ജന, ശരിക്കും ചേച്ചിയുടെ പ്രോബ്ലം എന്താ? ഇത്രയും ചേച്ചിനെ അലട്ടുന്ന ആ പ്രോബ്ലം എന്താണെന്ന് പറയത്തില്ല. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രശ്നമല്ല. നമ്മൾ പറയുന്ന പോലെ കുറേ ട്രോമ, അബാൻമെൻറ്റ് ഇഷ്യൂ,
അങ്ങനെ ചെറുപ്പത്തിലുണ്ടായ കാര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്പിനിടയ്ക്കുണ്ടായ കാര്യങ്ങൾ, റിലേഷൻഷിപ്പിനിടയ്ക്കുണ്ടായ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ഇങ്ങനെ അൺസോൾവ്ഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കിടന്ന് ഞാൻ ഇങ്ങനെ പുറത്തിട്ട് എനിക്കിത് ഇപ്പോൾ ഷോൾഡർ ഭയങ്കര വേദനയാണ്. സോ അങ്ങനെ ഒരു എന്താ പറയുക, കുറേ ലൂപ്പായിരുന്നു. ഇങ്ങനെ വള്ളികളെല്ലാം, നമ്മുടെ കേബിളുകളെല്ലാം കൂട്ടിക്കൊഞ്ഞ് കിടക്കുന്ന പോലെ ആയിപ്പോയി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലക്ഷ്മി അയച്ചേക്കുന്ന മെസ്സേജ്, ഡിപ്രഷൻ എന്ന സിറ്റുവേഷനിൽ അതിൽ നിന്നും എങ്ങനെ മൂവ് ഓൺ ആക്കാൻ പറ്റും ചേച്ചി? എങ്ങനെ മൂവ് ഓൺ ആക്കാൻ പറ്റും? ഞാനും അതിനെപ്പറ്റിയാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാവും. നമ്മൾ ലൈക്ക് മോർ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയ കാര്യമാണ്. ഫോക്കസ് ഓൺ യു, ഫോക്കസ് ഓൺ യു, ഫോക്കസ് ഓൺ യു. ഇറ്റ് വിൽ ഗ്രാജുവലി ചേഞ്ച്. അജിത്ത്, പോകുന്നത് പോട്ടെ എന്ന് വിചാരിക്കണം. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആക്ച്വലി എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. ഞാനിങ്ങനെ ചിന്തയാണ്. ചിന്തിച്ച് തലപ്രാന്തെടുക്കും. ഇയാളിവിടെ പഠിക്കുവാണോ വർക്ക് ചെയ്യുവാണോ? ഞാനിവിടെ വർക്ക് ചെയ്യാണ്. ഞാനിവിടെ നോവാരസ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. സോ സ്റ്റേ സ്ട്രോങ് ഡിയർ, വി ഓൾ ആർ വിത്ത് യു. താങ്ക് യു സോ മച്ച് ഡിയർ. ശരൺ എന്ന് പറഞ്ഞ ചേട്ടൻ, ഇതുപോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ചേട്ടാ. കുറേ ഹാപ്പി ആയിട്ടിരിക്കുക, ഓക്കെയാണ്, ഹാപ്പി അല്ലാടോ, സുഖമാണോ എന്നൊക്കെയാണ് കുറേ പേര് ചേച്ചേക്കുന്നത് കേട്ടോ. എല്ലാം ശരിയാവും. അനഘ, സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആൻഡ് ടിപ്സ് പറഞ്ഞു തരവോ ചേച്ചി? സ്കിൻ കെയർ പ്രൊഡക്റ്റും ടിപ്സ് ഒന്നുമില്ല. സ്കിൻ കെയർ പ്രൊഡക്ട്സും ചെറിയ പൊടിയാ, ടിപ്സ് ഉണ്ട്, എല്ലാം പറഞ്ഞു തരാം കേട്ടോ. സോ പിന്നെ ഷേഖ നൗഷാദ് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. സത്യമായിട്ട് എനിക്ക് മെസ്സേജ് റിക്വസ്റ്റ് വരാത്തതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാണാൻ ഞാൻ മിണ്ടത്തില്ല. അന്ന് ഭയങ്കര സാഡായിട്ട് സ്റ്റോറി ഇട്ടില്ലേ, അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ വരെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ ഞാൻ കണ്ടില്ല. ഞാൻ ഇപ്പം എന്തായാലും ഇത് കഴിയുമ്പോഴത്തേനും തപ്പിയിട്ട് മെസ്സേജ് ഇടാം കേട്ടോ. പിന്നെ ദീപു ചേച്ചി, പ്ലീസ് ഡോണ്ട് ഡിലീറ്റ് ഓൾഡ് റീൽസ്, ടേക്ക് കെയർ. ഞാൻ എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് വെച്ചാണ് എല്ലാത്തിൽ നിന്ന് വിട്ട് നിൽക്കാനായിട്ട്. എൻ്റെ നമുക്ക് ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ടൊക്കെ വരാം. അനീഷ്, സന്തോഷം ആ ചിരി തിരിച്ചു വന്നല്ലോ എന്ന്. താങ്ക് യു ഡിയർ. ശ്രുതി, ചേച്ചിയുടെ സ്മൈൽ നല്ല ഭംഗിയുണ്ട് സാരിയിൽ, എന്നാ പഴയ പോലെ റീൽ ചെയ്യണേന്ന്. അയ്യോ, ഞാൻ റീലൊക്കെ ചെയ്ത് കാലം മറന്നു. പിന്നെ ദിവ്യ മേരി, വി ലവ് ടു സീ യുവർ സ്മൈലിംഗ് ഐസ്, not crying once. Could you please try to get it back? I'm trying my best to get myself back. ഞാൻ അത്രയ്ക്കും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചില സമയങ്ങളൊന്നും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ജിം സ്റ്റാർട്ട് ചെയ്യുക, ലൈഫ് പോസിറ്റീവ് ആക്കൂ. ജിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി വീട്ടിൽ ഹോം വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. ആദ്യം ഞാൻ ഇവിടെയുള്ള ഡമ്പലൊക്കെ, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു പോഞ്ഞിക്കരി ഉണ്ട്, അവൻ്റെ ഡമ്പൽ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പഠിക്കട്ടെ, എന്നിട്ട് ജിമ്മിൽ പോവാം. വിദ്യാനന്ദമാണ്, വിദ്യാനന്ദ വീഡിയോ ഉള്ള വെച്ചേക്കുന്നത് അല്ല കേട്ടോ, ഫോട്ടോ ചേച്ചി വെച്ചേക്കുന്നത് കേട്ടോ, മാളിച്ചിട്ട് പഠിക്കുന്ന ഫോട്ടോ. ഗ്രീൻ ബി, വിൽ യു മാരി മീ? നോ, ഐ കാണ്ട് മാരി യു. പിന്നെ എനിക്ക് മനസ്സിന് ഒത്തിരി പ്രിയപ്പെട്ട, എന്നോട് അത്ര അടുത്തേക്കുന്ന എൻ്റെ അമിത ചേച്ചി ഉണ്ട്. ഞാനിപ്പോൾ എന്താ എൻ്റെ കുട്ടിയോട് പറയുക, ജീവിതത്തിൽ തോറ്റുപോയാടങ്ങനെ മറ്റാളെ സമാധാനിപ്പിക്കുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നൊരു വ്യക്തിയാണ് അമിത ചേച്ചി. ചേച്ചീൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാണ്, ചേച്ചി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാം ശരിയാവട്ടെ കേട്ടോ. അശ്വതി ചേച്ചി, told you happy to see you back, sending hugs from Germany. അശ്വതി ചേച്ചിക്ക് ഒരു ഉണ്ണിമാവിയൊക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ്. എനിക്കത് കാണാൻ പോകാൻ പറ്റില്ല, കാരണം എനിക്ക് ആ സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ബാൻ വന്നു. മൾട്ടിപ്പിൾ ഓവർ സ്പീഡ് എൻ്റെ ലൈസൻസ് ബാൻ ചെയ്തു. ചേച്ചി ഞാൻ വരാം കേട്ടോ. എടാ നീ ഓക്കെ അല്ലേ മോനെ? എടാ സ്ട്രോങ് ആയിട്ടിരിക്കുക. പ്രേയേഴ്സ് ചിരിച്ചു കണ്ടപ്പോൾ ഹാപ്പിയായി. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടെടൂ, നല്ലതായിരിക്കും, ട്രൈ ഇറ്റ്. പിന്നെ എൻ്റെ സ്വന്തം അനന്തപുട്ടൻ്റെ ഒരു
ഒരു സ്മൈലി മാത്രം. 10, 12, 13 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് അവനുമായിട്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ Q&Aയിൽ വരുന്നത്. കുറേ ക്വസ്റ്റ്യൻസിനേക്കാളുപരി ആൾക്കാരുടെ ഒരു വിർച്വലായിട്ടുള്ള സ്നേഹം, വിർച്വലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ദ കൈൻഡ് ഓഫ് ലവ് ദാറ്റ്. സോ ഇതൊക്കെയാണ് എൻ്റെ Q&Aയിലുള്ളത്. ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ സെക്ഷനായിട്ടല്ല ഞാൻ കണ്ടതും. സോ എൻ്റെ മെജോറിറ്റിയും പറഞ്ഞ പോലെ വെൽ വിഷിങ്ങും കാര്യങ്ങളുമാണ്. എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കണം, ഓക്കെയാണ്, ബാക്ക് ടു നോർമലാണ്. ഇപ്പം എൻ്റെ വീഡിയോസ് ഇപ്പം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഏകദേശമൊക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിയത് മനസ്സിലായി കാണുന്നു. സോ ഇത്ര നേരം എൻ്റെ വർത്തമാനം കേട്ട് സഹായിച്ചിരുന്നതിന് താങ്ക് യു സോ മച്ച്. നമ്മളിനി മുതൽ അടുത്ത വീഡിയോയിലൊക്കെ എന്തെങ്കിലും ചെറിയ ഇവിടുത്തെ കാഴ്ചകളും എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വരാം കേട്ടോ. സോ ബൈ.